ഗുജറാത്ത് ഗാന്ധിനഗറിലെ ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സിൻ്റെ യങ് പ്രൊഫഷണൽ പ്രോഗ്രാമിലേക്ക് BE BTech ME MTech യോഗ്യതയുള്ളവർക്ക് ഒക്ടോബർ 17 വരെ അപേക്ഷ നൽകാം. കാലാവധി 1 വർഷം, 5 വർഷം വരെ നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. പ്രതിഫലം ബിരുദതലത്തിന് പ്രതിമാസം 30,000 രൂപയും PGക്ക് 42,000 രൂപയും. പ്രായപരിധി 22 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ. വെബ്സൈറ്റ് bisag.gn.gov.in. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്ററിൽ ഇൻറ്റേൺഷിപ്പിന് ഒക്ടോബർ 17 വരെ അപേക്ഷ നൽകാം. IT, കമ്പ്യൂട്ടർ സയൻസ്, CS ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, സൈബർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക്, AI, MI, ഡാറ്റ അനലിറ്റിക്സ്, ലോ, ക്രിമിനോളജി, സോഷ്യോളജി അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും മേഖലയിലെ ഡിഗ്രി PG ഗവേഷണ വിദ്യാർത്ഥികൾക്കാണ് അവസരം. കാലയളവ് ബിരുദ PG വിദ്യാർത്ഥികൾക്ക് 2 മാസവും PhDക്കാർക്ക് 4 മാസവുമാണ്. സ്റ്റൈപ്പൻഡ് UG, PG, PhDക്കാർക്ക് യഥാക്രമം 6,000, 10,000, 20,000 രൂപ വീതം. വെബ്സൈറ്റ് i4c.mha.gov.in. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ 1 വർഷത്തെ ഡയഗ്നോസ്റ്റിക്സ് ഇമേജിംഗ് അഡ്വാൻസ്ഡ് പരിശീലനത്തിന് അപേക്ഷ ഓഫ്ലൈനായി ഒക്ടോബർ 19 വൈകിട്ട് 4 മണി വരെ നൽകാം. യോഗ്യത BSc MRT അല്ലെങ്കിൽ BSc റേഡിയോളജിക്കൽ ടെക്നോളജിയിൽ 2 വർഷത്തെ ഡിപ്ലോമയും. സ്റ്റൈപ്പൻഡ് 10,000 രൂപ. വെബ്സൈറ്റ് rcctvm.gv.in. ജോയിൻ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സിന് അപേക്ഷിക്കാനുള്ള സമയം ഒക്ടോബർ 20 വരെ നീട്ടിയിട്ടുണ്ട്. വെബ്സൈറ്റ് jam2026.iitb.ac.in. പുണെയിൽ നാഷണൽ സെൻറ്റർ ഫോർ സെൽ സയൻസിൻ്റെ 6 മുതൽ 12 മാസം വരെയുള്ള PG ഡിസർട്ടേഷൻ പ്രോഗ്രാമിലേക്ക് സെൽ ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറൽ സിസ്റ്റംസ്, ഇൻഫെക്ഷണൽ, ക്യാൻസർ, മൈക്രോബിയൽ ബയോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ന്യൂറോ സയൻസ്, ഇമ്മ്യൂണോളജി തുടങ്ങി ആധുനിക ബയോളജി ശാഖകൾ പഠിക്കുന്നവർക്ക് ഒക്ടോബർ 20 വരെ രജിസ്റ്റർ ചെയ്യാം. MSc, MPharm, MTech 1-ാം വർഷം, BTech, BPharm, BSc, ഇൻ്റഗ്രേറ്റഡ് MSc 4-ാം വർഷ വിദ്യാർത്ഥികളായിരിക്കണം. MBBS, MD, BVSc, MVScക്കാർക്കും പങ്കെടുക്കാം. വെബ്സൈറ്റ് nccs.res.in/career. ഫരീദാബാദിലെ റീജിയണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ 6 മുതൽ 12 മാസത്തെ ഗവേഷണ പരിശീലനത്തിന് ഒക്ടോബർ 20 വരെ അപേക്ഷ നൽകാം. അവസാന വർഷ സയൻസ് ബിരുദം PG, BTech, MTech വിദ്യാർത്ഥികളായിരിക്കണം. സ്റ്റൈപ്പൻഡ് ഇല്ല. വെബ്സൈറ്റ് rcb.res.in/current opportunities. കേരള ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ ഓൺലൈൻ ഡിജിറ്റൽ ആർക്കൈവ് പ്രോജക്റ്റിൽ ഇൻറ്റേൺഷിപ്പിനുള്ള രജിസ്ട്രേഷൻ ഒക്ടോബർ 20 വരെ നീട്ടിയിട്ടുണ്ട്. BLISC, MLISC, MA ഹിസ്റ്ററി, ആർക്കിയോളജി, BASc കമ്പ്യൂട്ടർ സയൻസ്, PCA എന്നിവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്റ്റൈപ്പൻഡ് ഇല്ല. വെബ്സൈറ്റ് kchr.ec.in.